ആരോഗ്യപരമായ തുടക്കം, പ്രതീക്ഷയുടെ ഭാവി. ഹെൽത്തി ബിഗിനിങ് ആൻഡ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. 2025 ലോകാരോഗ്യ ദിനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു മുദ്രാവാക്യമാണിത്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ആരോഗ്യപരമായ തുടക്കം എന്ന് പറയുമ്പം നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ തുടക്കം എവിടെ നിന്ന് തുടങ്ങുന്നത്? ഒരു കുട്ടി പിറക്കുന്നത് അല്ലേ? ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്ന് പറയുന്നാൽ ആ കുട്ടി വളർന്ന് വലുതായി ആരോഗ്യത്തോടെ തൻ്റെ ജീവിതാവസാനത്തിലേക്ക് നീങ്ങുന്നത്. ഈ രണ്ട് കാര്യത്തിലും ശ്രദ്ധിക്കാനാണ് ഈ ഒരു വർഷം നമ്മൾ എടുക്കേണ്ട പ്രയത്നങ്ങളും പ്രതിജ്ഞകളും. നല്ലൊരു മനുഷ്യകുലത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഒരു പ്രസവ സമയത്ത് ഒരമ്മ ആ കുഞ്ഞിന് കൂടി ആവശ്യമുള്ള അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വിഭവങ്ങളും വെള്ളവും ഒന്നും കഴിച്ചിട്ടില്ല, എന്തായിരിക്കും പ്രശ്നം? ആ കുട്ടിയുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കും. ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പല ഭക്ഷ്യവസ്തുക്കളും വാങ്ങിക്കൊടുക്കും. അവരെ സ്നേഹിച്ച് പരിപാലിക്കുമ്പോൾ ഒരുപാട് സീഡ്സും മറ്റുമൊക്കെ മടുക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സ്നേഹത്തോടെ ആ കുട്ടിയുടെ ഭാവിക്ക് മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. അനാരോഗ്യത്തിൻ്റെ വിത്തുകൾ നമ്മൾ പാകി കൊടുക്കുകയാണ്. ഈ ഒരു അവസ്ഥ മാറിയിട്ട് ആരോഗ്യത്തിൻ്റെ വിത്തുകൾ, കുട്ടി ആരോഗ്യപ്രദമായ രീതിയിൽ ജീവിതശൈലി രോഗങ്ങളൊന്നും വരാതെ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വരാതെ വരുന്ന രീതിയിൽ കുട്ടിയെ പാകപ്പെടുത്തിയെടുക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രസവ സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും സ്ത്രീകളൊക്കെ പ്രസവ സമയത്ത് അവർ ആരോഗ്യം തീരെ ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ പേരിൽ ഇന്നും 2 ലക്ഷത്തോളം ഗർഭിണികൾ മരിച്ചു പോകുന്ന സാഹചര്യം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പോലും ഉണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ സത്യമാണ്. അതുപോലെ ലക്ഷക്കണക്കിന് കുട്ടികൾ തൻ്റെ മതിയായ പോഷകത്തിൻ്റെ അഭാവം കൊണ്ടും ഈ കെയറിൻ്റെ ലാക്ക് കൊണ്ടും മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ചില കുട്ടികൾ സ്റ്റിൽ ബർത്തായിട്ട് മരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ചില ജനിതക രോഗങ്ങളും മറ്റും ഒഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ നമ്മളുടെ ജീവിതശൈലിയും അതിനൊരു കാരണമാവുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ സത്യമാണ്. പ്രതിവർഷം 3 ലക്ഷത്തോളം സ്ത്രീകളാണ് എങ്ങനെയായിട്ട് മരിക്കുന്നത്? പ്രസവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മരിക്കുന്നത്. 20 ലക്ഷത്തോളം കുട്ടികൾ പ്രതിവർഷം എങ്ങനെ മരിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രസവിച്ച് ഒരു മാസം കഴിഞ്ഞുള്ള ഡ്യൂറേഷനിൽ മരിച്ചു പോകുന്നുണ്ട്. മറ്റൊരു 20 ലക്ഷത്തോളം കുട്ടികൾ പ്രസവിച്ച പാടെ തന്നെ മരിച്ചു പോകുന്നുണ്ട്, അല്ലെ മരണത്തോടെ പ്രസവിക്കുന്നുണ്ട്, സ്റ്റിൽ ബർത്തായിട്ട് മരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭാവി തലമുറയെ ആരോഗ്യപരമായിട്ടും ഇതുപോലുള്ള അപകടാവസ്ഥയിൽ തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലോകാരോഗ്യ സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും ഒക്കെ ഇതിനുവേണ്ടി മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും. അതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടായിട്ട് നമ്മളും അതിൻ്റെ ഒരു ഭാഗവത്താവാൻ വേണ്ടിയാണ് ഈ ലോകാരോഗ്യ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരാണ്. ബൈ.